السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ലോകം ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്തിലാണ്. കേവലം ഈ സാങ്കേതിക വിദ്യ ഒരു ഉപകരണമല്ല, മറിച്ച് ഇരുതലമൂർച്ചയുള്ള ഒരു വാളിനെ പോലെയാണ്. നന്മയിൽ അത് അനുഗ്രഹവും തിന്മയിൽ അത് പരീക്ഷണവുമാണ്. ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇസ്ലാം നമ്മെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. അറിവ് പ്രചരിപ്പിക്കാനും ദാവത്തിനും ഇസ്ലാമിന്റെ സത്യസന്ധമായ സന്ദേശം സെക്കൻഡുകൾക്കുള്ളിൽ ലോകം മുഴുവൻ എത്തിക്കാൻ കഴിയുന്ന ഒരു തുറന്ന വാതിലാണ് സോഷ്യൽ മീഡിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു വചനമെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഒരു നല്ല ഷെയർ, നിങ്ങളുടെ ഒരു നല്ല പോസ്റ്റ് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ജാരിയായ സ്വതക്കയാവും. ലക്ഷങ്ങൾ മുടക്കി നാട്ടിൻ പുറങ്ങളിൽ മതപ്രഭാഷണ വേദികൾ സംഘടിപ്പിക്കുമ്പോൾ ശ്രോതാക്കളാകുന്നത് വെറും ആയിരങ്ങളോ പതിനായിരങ്ങളോ മാത്രമായിരിക്കും. എന്നാൽ ഒരു ചിലവും കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ മൂല്യമേറിയ ഇസ്ലാമിന്റെ സന്ദേശം ചെന്നെത്തുന്നത് 10 ലക്ഷത്തിൽ പരം വിശ്വാസ ഹൃദയങ്ങളിലേക്കാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു, നന്മയിലും ധർമ്മിഷ്ഠയിലും നിങ്ങൾ അന്യനും സഹകരിക്കുക, അന്യനും സഹായിക്കുക. ജീവകാരുണ്യ മേഖലയിൽ സോഷ്യൽ മീഡിയ ഒരനന്ത സാധ്യതകൾ മലക്കെ തുറന്നിടുകയാണ്. നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയുടെ സുമനസ്സുകളിൽ പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആളുകൾ ഒഴുകിയെത്തുമ്പോൾ അശയറ്റുപോയ പതിനായിരങ്ങൾ പ്രത്യാശയുടെ കിരണം പ്രാപിക്കുകയാണ്. എന്നാൽ നിയന്ത്രണാതീതമായ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം നമ്മുടെ ഈമാനിനെ തന്നെ അപകടത്തിലാക്കുന്നതാണ്. ഇസ്ലാമിന്റെ സാമൂഹ്യക്ക് നിരക്കാത്ത ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. സോഷ്യൽ മീഡിയയിൽ അടിമപ്പെടുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ആരാധനകളിൽ നിന്നും അത് നമ്മെ അകറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾക്കുള്ള ബാധ്യതകൾ പോലെ തന്നെ നിങ്ങളുടെ കണ്ണിനോടും നിങ്ങളുടെ ശരീരത്തിനോടും നിങ്ങളുടെ കുടുംബത്തിനോടും നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ദുഷ്പ്രവർത്തനമാണ്. അല്ലാഹു തആല പറയുന്നു, ഊഹങ്ങളിൽ മിക്കതും നിങ്ങൾ വെടിയുക. എന്താണ് അതിന് കാരണം? ഊഹങ്ങളിൽ ചിലത് പാപമാകും. നിങ്ങൾ രഹസ്യങ്ങൾ അന്വേഷിക്കുകയരുത്. അന്യനും ഏശിനിയോ പാരിതോഷികമോ പറഞ്ഞ് ഒരാളെ ആക്ഷേപിക്കരുത്. മറ്റൊരാളെ മോശമായി ചിത്രീകരിക്കുന്നതും തെറ്റായ വാർത്തകളും കിംവദന്തികളും പ്രചരിപ്പിച്ച് മറ്റൊരാളെ ആക്ഷേപിക്കുന്നതും കളവ് പറയുന്നതും വലിയ പാപമാണ്. വൈകാരികമായ ചാറ്റിങ്ങിലൂടെ സോഷ്യൽ മീഡിയയിൽ അവിഹിത സൗഹൃദങ്ങളിലൂടെയും എത്രയോ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ആഖിറം. ഈ സാങ്കേതിക വിദ്യയെ നന്മയുടെ വഴിയിലും നാളെ ആഖിറത്തിലും ഇവിടെ ദുനിയാവിലും വിജയിക്കുന്നവരിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ നാളെ നബി തങ്ങളുടെ കൂടെ
ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.